ഞങ്ങളെ ശല്യപ്പെടുത്താതെ അപ്പുറത്ത് പോയി കളിച്ചേ. അമ്മേ, ഈ ഉണ്ണിക്കുട്ടി ഞങ്ങളെ ശല്യപ്പെടുത്തുവാണേ. മോനെ ഉണ്ണിക്കുട്ടാ, വഴക്കിടാതെ അകത്തേക്ക് വാ. പോടാ, വാ നമുക്ക് കളിക്കാം. അതാരാ? മീനുകുട്ടിയുടെ പാടത്തെ പണിക്കാരനാ? കാണാൻ നല്ല ശീലുണ്ട് കേട്ടോ. സോറിഡി, നമുക്ക് നാളെ കാണാം. എനിക്ക് നല്ല തലവേദന. ശരി, ബൈ. മക്കളെ, എല്ലാരും പോവാണോ? ചായയൊക്കെ കുടിച്ചല്ലോ അല്ലേ? മക്കളെ, കൂട്ടുകാർക്ക് ചായയൊക്കെ കൊടുത്താണോ വിട്ടേ? എന്താ കുട്ടി ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ? കേട്ടു. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചെനിക്ക് നാടൊക്കെ ഉണ്ടാക്കിയപ്പോൾ മുത്തശ്ശന് മതിയായല്ലോ. അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ മക്കളാ. എൻ്റെ അച്ഛൻ എഞ്ചിനീയർ ആയതുകൊണ്ടാ അവരുടെ കൂട്ട് എനിക്ക് കിട്ടിയത്. ആകെ ചമ്മലായി. മോളെ, മുത്തശ്ശൻ എന്ത് ചെയ്തു എന്നാ പറയണേ? മുത്തശ്ശൻ ഒന്നും ചെയ്തില്ലല്ലോ മോളെ. പിന്നെ ഈ വേഷത്തിലാണോ കൂട്ടുകാരുടെ മുമ്പിലേക്ക് കയറി വരുന്നത്? അഴുക്ക്, ചെളി, പാള, തൊപ്പി, ആകെ നാണക്കേടായി. മുത്തശ്ശൻ അറിയില്ല മോളെ, മുത്തശ്ശൻ അറിഞ്ഞില്ല. മോള് കരയാതെ, മോള് കരയാതെ. മുത്തശ്ശൻ പോവാ, മുത്തശ്ശൻ പോയേക്കാം, മുത്തശ്ശൻ പോയേക്കാം. മോളെ മീനുട്ടി, എന്താ മോളെ കരയുന്നേ? കൂട്ടുകാരൊക്കെ പോയോ? അമ്മ അവർക്ക് കൊടുക്കാൻ ചായ എടുക്കുമല്ലായിരുന്നോ? എന്താ അവർ പിണങ്ങിപ്പോയതാണോ മോളെ? പിണങ്ങിയൊന്നുമല്ല, മുത്തശ്ശനാ കാരണം. മുത്തശ്ശനോ? മുത്തശ്ശൻ എന്ത് ചെയ്തു മോളെ? മുത്തശ്ശൻ പാടത്തുനിന്ന് കയറി വേഷത്തിൽ കൂട്ടുകാരുടെ മുമ്പിലേക്ക് വന്നു. നമ്മുടെ പാടത്ത് പണിക്കാരനാണെന്നാ അവർ ചോദിച്ചു. അവരൊക്കെ കളിയാക്കി ചിരിച്ചു. ആകെ നാണക്കേടായി. എന്നിട്ട് മുത്തശ്ശൻ എവിടെ മോളെ? പുറത്തോട്ട് പോണുണ്ടോ? ശോ, ഇത് കഷ്ടമായല്ലോ. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ? അച്ഛൻ വരാറായല്ലോ, ഞാൻ എന്തു പറയും? ഹലോ, ഞാനിപ്പോൾ വരാം. മീനക്കുട്ടി, മീനക്കുട്ടി, അമ്മ വിളിച്ചിരുന്നു. എന്താ മോളെ എങ്ങനെ? മോള് ബ്രില്യൻ്റ് ആയ കുട്ടിയല്ലേ, ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് വിഷമിക്കാമോ? ഛേ, മോശം മോശം. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കുമോ? കൂട്ടുകാരുടെ മുന്നിൽ മോൾക്ക് ഷെയിം ഉണ്ടായതുകൊണ്ടാണ് മോൾ അങ്ങനെ പ്രതികരിച്ചതെന്ന് അച്ഛനറിയാം. പക്ഷെ ഒരു കാര്യം മോള് മനസ്സിലാക്കണം. മുത്തച്ഛനെ പോലെയുള്ള കർഷകർ ചേറിൽ കിടന്ന് അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. കർഷകൻ അന്നദാതാവാണ്. കർഷകൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അതുകൊണ്ട് കർഷകനെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം. തന്നെയുമല്ല, വയസ്സായ ആളുകളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ദൈവം കോപിക്കും. പഠിച്ചതെല്ലാം മറന്നുപോകും. അച്ഛൻ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. പക്ഷേ ഈ അന്നദാതാവ് എന്ന് പറഞ്ഞ എന്താ? അന്നദാതാവെന്നാൽ അന്നം തരുന്നയാൾ, ഈശ്വരന് പ്രിയപ്പെട്ടയാൾ. അയ്യോ അച്ഛാ, അപ്പൊ ഞാൻ ചെയ്തത് വലിയ തെറ്റാണല്ലേ? ദൈവം കോപിക്കും അച്ഛാ? മോള് കൊച്ചുകുട്ടിയായതുകൊണ്ട് ദൈവം ക്ഷമിക്കും. മോളോട് വലിയ ഇഷ്ടമായതുകൊണ്ട് മുത്തച്ഛനും ക്ഷമിക്കും. പക്ഷേ മോള് മുത്തച്ഛനോട് മാപ്പ് ചോദിക്കണം, അത്രയേ ഉള്ളൂ. ശരി അച്ഛാ, ഞാൻ മാപ്പി വെച്ചോളാം. അല്ല ശാരദേ, എന്നിട്ട് അച്ഛൻ അവിടെ പോയി? തിരികെ പോയെന്നാ മോള് പറഞ്ഞേ. എന്ത് തിരികെ പോയെന്നോ? നീ എന്തൊക്കെയാ ശാരദ ഈ പറയുന്നത്? കേട്ടിട്ട് എനിക്ക് ആദ്യമാകുന്നു. അച്ഛനെ ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ? നേരമാണെങ്കിൽ ഇരുട്ടി വരുന്നു. അച്ഛൻ സാധാരണ കുളിച്ചിട്ടാണല്ലോ വരാറുള്ളത്. ഇന്ന് മോള് പറഞ്ഞപ്പോഴായിരിക്കും അച്ഛൻ കുളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. അതുകൊണ്ട് അച്ഛൻ കുളിക്കാൻ പുഴയിലേക്ക് പോയതായിരിക്കും. അയ്യോ അച്ഛാ, മുത്തശ്ശൻ എന്തെങ്കിലും പറ്റുവച്ചാ? എനിക്ക് പേടിയാവാ. ഇല്ല മോളെ, കരയാതെ. അച്ഛനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ പോയി നോക്കിയിട്ട് വരാം.
മണ്ണിനെ മക്കൾക്കു വേണ്ടെന്നു ചൊല്ലുമ്പോൾ മണ്ണിൻ മനസ്സു നാം കണ്ടിടേണം. കുന്നും പുഴകളും പൂമരച്ചില്ലയും കൂടണയാൻ പായും കുഞ്ഞിക്കിളികളും മണ്ണിൻ്റെ മക്കളെന്നോർത്തിടേണം. നാളെ ഓർമ്മയായി മാറാതെ കാത്തിടേണം. പാടങ്ങളൊക്കെയും പട്ടു പുതപ്പിച്ചു നെഞ്ചിലെ ശ്വാസം നിലപ്പിച്ചതും കണ്ടു. പാട്ടും കളിയില്ല, വായ്ത്താരിയുമില്ല, മനുഷ്യനു മണ്ണിൻ്റെ ഗന്ധവുമില്ല. പാട്ടും അല്ല, ഇതെന്താ പണിക്കരേട്ടാ, ഇന്ന് കാവലാണോ? വീട്ടിലൊന്നും പോണില്ലേ? സന്ധ്യയാകാറായി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അതേടോ, സന്ധ്യയാകാറായി. ജീവിതത്തിൻ്റെയും പണിക്കരേട്ടൻ എന്നാ പറയണേ, എനിക്കൊന്നും മനസ്സിലാകണില്ല. ഏതായാലും ഞാൻ ആ പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ രാജകുഞ്ഞെ, അച്ഛൻ അന്വേഷിച്ച് ഇറങ്ങിയായിരിക്കുമല്ലേ? ആ കാവൽ മാടത്ത് കിടപ്പുണ്ട്. എന്തൊക്കെയോ പറയണ കേട്ടു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുളിയും കഴിഞ്ഞ് വിളിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു. അച്ഛൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോന്നു. എന്താണെന്ന് അറിയില്ല. ഞാൻ അന്വേഷിച്ചിറങ്ങിയതാ. അപ്പം ശരി ഓച്ചായ, ഞാൻ ചെല്ലട്ടെ. ആ ആ ആ ആ അച്ഛൻ എന്തു പണിയായി കാണിച്ചത്? തിരിച്ചറിവാകാത്ത കുട്ടികൾ എന്തോ പറഞ്ഞെന്ന് കരുതി അപ്പൊ പിണങ്ങി ഇങ്ങ് പോന്നോ പിള്ളേരെ പോലെ? എടാ മക്കളെ, അച്ഛനൊരു അബദ്ധം പറ്റിയടാ. മോള് കരയുമായിരിക്കുമല്ലേ? മോള് കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനറിയാതെ പാടത്തുനിന്ന് കയറിയ വേഷത്തിൽ ചെന്നടാ അവിടെ. മോൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അച്ഛൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ആര് പറഞ്ഞു മോൾക്ക് വിഷമമായെന്ന്? ഇപ്പോൾ അതേ മുത്തച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. കരഞ്ഞ് കരഞ്ഞ് എന്തെങ്കിലും വരുത്തി വയ്ക്കുമെന്നാ എൻ്റെ ഭയം. വാ, എണീക്ക് എണീക്ക്, ഇങ്ങോട്ടിറങ്ങ്. മീനക്കുട്ടി, മീനക്കുട്ടി, മീനക്കുട്ടി. മോളെ കരയണ്ട, മോളെ കരയണ്ട. എന്നോട് ക്ഷമിക്കും മുത്തശ്ശ, എന്നെ ശപിക്കല്ല മുത്തശ്ശ. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു പോയി മുത്തശ്ശ. അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ ചെയ്ത് വലിയ തെറ്റാതെനിക്ക് മനസ്സിലായത്. എന്നെ ശപിക്കല്ല മുത്തശ്ശ. മോൾ എന്തൊക്കെയാ പറയണേ? മുത്തശ്ശിന്റെ പൊന്നു മോളെ ശപിക്കാനോ? നല്ല കാര്യമായി. പിന്നെ മുത്തശ്ശൻ പിണങ്ങി പോയ എന്തിനാ? അതിന് മുത്തശ്ശൻ പിണങ്ങിപ്പോയതാന്ന് ആര് പറഞ്ഞു? മോള് പറഞ്ഞപ്പോഴാ മുത്തശ്ശൻ കുളിച്ചില്ലെന്നുള്ള കാര്യം ഓർത്തത്. ഉടനെ പുഴയിലേക്ക് പോയി, അത്ര തന്നെ. അമ്മേ, ദേ മുത്തശ്ശൻ വന്നു. എന്നാ നിങ്ങൾ മിണ്ടിയും പറഞ്ഞിരിക്കും, ഞാൻ ചായ എടുക്കാം. ആ മക്കളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. എത്ര നാളായി മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അല്ല, അത് പിന്നെ അച്ഛന് സ്വന്തം മുറിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലേ തൃപ്തിയാവും. അത് പിന്നെ മക്കളെ, സദാസമയവും ചേറിനകത്ത് കിടക്കുന്ന ആളല്ലേ, ചേറിൻ്റെ മണം കാണും. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ കരുതിയിട്ടാ മക്കളെ. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റാനുള്ള സമയമായി മക്കളെ. ഓ, അപ്പം അതായിരുന്നല്ലേ കാര്യം. എന്താണച്ഛാ ഇങ്ങനെയൊക്കെ? ഞങ്ങളിങ്ങനെ ചിന്തിക്കുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ ഞങ്ങളീ അനുഭവിക്കുന്നതൊക്കെ. എന്നാ വാ മക്കളെ.
നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ ഇരിക്കടി മോളെ, നീ എന്തിനാ നിൽക്കണത്? ഹലോ, ആ സുണ സാറേ, ഒരുപാടായാലോ വിളിച്ചിട്ട്. ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ തിരക്കുകൊണ്ട് പലപ്പോഴും വിളിക്കാൻ പറ്റാറില്ല. എന്തൊക്കെയുണ്ടോ അവിടെ വിശേഷം? ഓ, ഓക്കെ സുണ സാറേ, താങ്ക് യു വെരി മച്ച്. ഓക്കേ. എന്താ അച്ഛാ, എന്താ ഇത്ര സന്തോഷം? മോളെ, നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. കൃഷിമന്ത്രിയുടെ PA ആണ് വിളിച്ചത്. മോളുടെ മുത്തച്ഛന് ഈ വർഷത്തെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയാണ് അവാർഡ് കൊടുക്കുന്നത്. മുത്തശ്ശാ, കോൾ അടിച്ചല്ലോ. ഇത് നമ്മൾ അടിച്ചു പൊളിക്കും. അച്ഛാ, ഇത്ര വലിയ സന്തോഷ വാർത്ത കേട്ടിട്ടും അച്ഛൻ്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്തത്? ഓ, ഇതിലൊക്കെ എന്ത് സന്തോഷിക്കാനിരിക്കുന്ന മക്കളെ. ജീവിതകാലം അത്രയും കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ട് ഇന്നേവരെ ആരും ആദരിക്കാനും അവാർഡ് നൽകാനും ഒന്നും കണ്ടില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് അവാർഡ് കിട്ടിയിട്ടെന്താ ഈ വയസ്സുകാലത്ത്? അച്ഛൻ്റെ ചിന്താഗതി ശരിയാണ്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഹലോ, ആ ശരി, ഓക്കെ, താങ്ക് യു. അച്ഛന് നമ്മുടെ മോളുടെ സ്കൂളിൽ നിന്നൊരു സ്വീകരണം അറേഞ്ച് ചെയ്യാൻ ടീച്ചർ വിളിച്ചതാണ്. അച്ഛനവിടെ കൃഷിയെക്കുറിച്ചൊരു ക്ലാസ് എടുക്കണമെന്ന് കൂടി ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുക. ഓ, ഇപ്പോൾ ഈ വയസ്സുകാലത്ത് 4ാം ക്ലാസ്സും കുസ്തിയുള്ള ഞാൻ എന്നാ ക്ലാസ് എടുക്കാനാടാവേ? അതൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ക്ലാസ്സൊക്കെ അവരെടുത്തോളും. അത് ശരിയല്ല അച്ഛാ. കൃഷിയെക്കുറിച്ച് ആധികാരികമായി പറയാൻ അച്ഛനല്ലാതെ ഈ നാട്ടിൽ വേറെ ആർക്കാണ് സാധിക്കുക? പ്ലീസ് മുത്തശ്ശൻ വരണം. എന്നിട്ട് വേണം സ്കൂളിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ. വന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ഓ ശരി, മൂത്തച്ഛൻ്റെ പൊന്നുമോളുടെ സന്തോഷത്തിന് വേണ്ടി മൂത്തച്ഛൻ വരാം കേട്ടോ. ചായ കുടിച്ചില്ലല്ലോ. സന്തോഷത്തിൽ ചായ കുടിക്കുന്ന കാര്യം എല്ലാവരും മറന്നുപോയോ? പ്രിയമുള്ളവരെ, ഇതാ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കർഷകശ്രീ അവാർഡ് ജേതാവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീ രാഘവ പണിക്കർ അവർകൾ തന്റെ ചെറുമകളും സ്കൂൾ ലീഡറുമായ നമ്മുടെ പ്രിയപ്പെട്ട മീനുക്കുട്ടിയുടെ കൈ പിടിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ ജോൺ മത്തായി, ആദരണീയയായ പ്രിൻസിപ്പാൾ ശ്രീമതി ഉഷാദേവി, ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് ജേതാവായ ശ്രീ രാഘവ പണിക്കർ, എല്ലാവരും വേദിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ രാഘവ പണിക്കരെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLAയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് ജേതാവിനെ MLA ഷാൾ അണിയിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ രാഘവ പണിക്കരെ ക്ഷണിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയാൻ മേല, എന്നാലും ചില കാര്യങ്ങൾ എൻ്റെ കൊച്ചുമക്കളോടും പ്രിയപ്പെട്ട ആളുകളോടും സുഹൃത്തുക്കളോടും പറയണമല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. എൻ്റെ പൊന്നുമോള് മീനുക്കുട്ടി നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മഹത്തായ ഒരു പാരമ്പര്യമാണ്. ആ കൃഷി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം നമ്മുടെയൊക്കെയാണ്, നമ്മുടെ എല്ലാവരുടെയാണ്. കൃഷിയില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. അപ്പോൾ കൃഷിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യണം, കൃഷിയെ നശിപ്പിക്കരുത്.
കൃഷിയെ നമ്മൾ തിരിച്ചു പിടിക്കണം. കൃഷി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വേറൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.